പ്രമാദമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ നടക്കുന്ന ഗൗരവമായ നീക്കങ്ങളെക്കുറിച്ച് ഡിവൈഎഫ്ഐക്കുള്ള അഭിപ്രായം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ NIA കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് എക്സ്റ്റൻഷൻ ആപ്ലിക്കേഷനുണ്ട്. യഥാർത്ഥത്തിൽ അതിൽ ഗൗരവമേറിയ ചില കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ പാരഗ്രാഫ് നമ്പർ 5, പാരഗ്രാഫ് നമ്പർ 8, 9, പാരഗ്രാഫ് 12 ഇതിലെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പ്രതിപാദിച്ച് കാണുന്നത്. അതിലേറെ പ്രധാനപ്പെട്ട ഒന്ന്, ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെയാണ് സ്വർണം കടത്തിയിരിക്കുന്നത് എന്ന് NIAയുടെ ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി കോടതിയിൽ രേഖാമൂലം കൊടുത്തിരിക്കുന്നു. മാത്രവുമല്ല, ഒരു പ്രമുഖ ചാനലിന് ശ്രീ വി മുരളീധരൻ കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് അറ്റാഷെ ഇതിനകത്ത് കുറ്റവിമുക്തനാണ് എന്നാണ് അദ്ദേഹം ആദ്യമേ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഈ പാരഗ്രാഫ് നമ്പർ 8 വളരെ കൃത്യമായി പറയുന്നു, അറ്റാഷെ മാത്രമല്ല കോൺസുലേറ്റ് ജനറലിനെ തന്നെ കേന്ദ്രീകരിച്ച്, കോൺസുലേറ്റ് ഓഫീസുമായി കേന്ദ്രീകരിച്ചു തന്നെ ഇത് സംബന്ധിച്ച് ഗൗരവമേറിയ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് NIA വ്യക്തമാക്കിയിരിക്കുന്നു. 3 വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൽ 1-ാം പ്രതിയെ സംബന്ധിച്ചാണ്. അത് പാരഗ്രാഫ് 5 അത് പ്രതിപാദിക്കുന്നുണ്ട്. A3, A10, A15 ആൻഡ് A20 ഈ കേസിലെ 3, 10, 15, 20, 25. 1-ാം പ്രതി നമുക്കറിയാം, പല മാധ്യമങ്ങളുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഫൈസൽ ഫരീദാണ്. അയാൾ ഉൾപ്പെടെയുള്ളവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ എവിടെയും എത്തിച്ചേർന്നിട്ടില്ല എന്ന് ഇതിൽ പ്രതിപാദിക്കുകയാണ്. അത് വരികൾക്കിടയിൽ അത് വളരെ വ്യക്തമാണ്. NIA 1-ാം പ്രതിയെപ്പോലും ഇതുവരെ എത്തിച്ചേരാൻ കഴിയുന്നില്ല. നോക്കൂ, ഇതിനകത്ത് ബ്ലൂ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിലൊക്കെ നിർണായകമായ പങ്ക്, ആഭ്യന്തര മന്ത്രാലയത്തെ സഹായിക്കേണ്ട ഒരു പങ്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായി, സഹമന്ത്രിയായി ശ്രീ വി മുരളീധരൻ തുടരുന്നിടത്തോളം കാലം ഈ അന്വേഷണം ശരിയായ വഴിക്ക് പോകില്ല എന്ന് നമുക്ക് ഈ നിമിഷത്തിൽ ഉറപ്പിക്കാൻ കഴിയും. നോക്കൂ, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് അത് പറയുന്നത്, നിങ്ങൾക്ക് ഞാനൊരു ഭാഗം അതുപോലെ വായിക്കാം. വളരെ കൃത്യമായി പറയുന്നൊരു ഭാഗം, influential people both in India and abroad behind this crime, and that the racket has already transported bulk quantities of gold from Middle East through diplomatic baggage. പിന്നെ ബാക്കിയതിൽ പറയുന്നത് ഈ കടത്തിയത് തീവ്രവാദ പ്രവർത്തനത്തിന് കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് ആ ബാക്കി പറയുന്ന ഭാഗം. ഞാനത് വായിക്കുന്നില്ല. ഇതിലെന്താ പറയുന്നത്? രാജ്യത്തെയും രാജ്യത്തിന് പുറത്തുമുള്ള വലിയ സ്വാധീന ശക്തികളായ വ്യക്തികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ്. രാജ്യത്തെ ഏത് ഉന്നതനാണ്? NIA യഥാർത്ഥത്തിൽ വി മുരളീധരന്റെ പേര് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. വേറെ ഏതെല്ലാം ഉന്നതരുണ്ട് എന്ന് വ്യക്തമാക്കേണ്ടത് വി മുരളീധരനാണ്, BJP ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കൃത്യമായി അതിൽ പറയുന്നു, നമ്മളിതുവരെ തിരുവനന്തപുരം വിമാനത്താവളം എന്നാണല്ലോ വാർത്ത. NIA പറയുന്നു തിരുവനന്തപുരം മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങൾ വഴി സ്വർണം കടത്തിയിരിക്കുന്നു. അതിന് തീവ്രവാദ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നു. ഈ വൺ റാക്കറ്റിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള
വളരെ സ്വാധീന ശക്തികളുള്ള നേതാക്കൾ ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരിക്കുന്നു. വി മുരളീധരനെ കുറിച്ച് ഇതിനേക്കാൾ ഭംഗിയായിട്ട് എന്റെ പറയാൻ പറ്റോ? എന്തുകൊണ്ടാണ് കസ്റ്റംസ് സംഘത്തിലെ ഉദ്യോഗസ്ഥരെ നാട് കടത്തുന്നത്? എന്തുകൊണ്ടാണ് ഫൈസൽ ഫരീദിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി വിദേശകാര്യ വകുപ്പ് മുൻകൈയെടുക്കാത്തത്? എന്തുകൊണ്ടാണ് അറ്റാഷെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ഏകപക്ഷീയമായി വി മുരളീധരൻ ആദ്യമേ പ്രസ്താവിച്ചത്? എന്തുകൊണ്ടാണ് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് ആവർത്തിച്ച് ശ്രീ വി മുരളീധരൻ പറയുന്നത്? ശ്രീ അനിൽ നമ്പ്യാരെ കൊണ്ട് കോൺസുലേറ്റ് ജനറലിന് അത് സംബന്ധിച്ച് വ്യാജരേഖ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത്. അപ്പോ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ സ്വർണ്ണക്കടത്തിന്റെ ഒരറ്റത്ത് ശ്രീ വി മുരളീധരനും BJP നേതൃത്വവും നിൽക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും ലക്ഷണമൊത്ത ഉദാഹരണമാണ്. സാമാന്യ യുക്തിയിൽ ഇതൊന്നുമില്ലാതെ തന്നെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. 21 തവണ ലോക്ക്ഡൌൺ പീരീഡിൽ മാത്രം ഈ വിവിധ സന്ദർഭങ്ങളിലായി സ്വർണം കടത്തിയതായി ഇതിനകം വന്നല്ലോ. അതിന് കേന്ദ്ര ഏജൻസികളുടെ സഹായം ഏതായാലും വേണമെന്ന് നേരത്തെ തന്നെ അറിയാം. യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൽ NIA അവരുടെ നിസ്സഹായാവസ്ഥ കൂടിയാണ് വരികൾക്കിടയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് രാജി ആവശ്യപ്പെടേണ്ടത് ശ്രീ വി മുരളീധരൻ്റെതാണ്. UDF നേതൃത്വം എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു നിൽക്കുന്നത്? വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ കസ്റ്റംസ് കേസിൽ ജാമ്യം കിട്ടുകയാണ്. കേന്ദ്ര സർക്കാരിന്റെയും ഉന്നതരുടെയും ഇടപെടലില്ലാതെ കസ്റ്റംസ് കേസിൽ ജാമ്യം കിട്ടോ? കേസ് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, NIA പറയുന്നുണ്ട് ഇതിലെ പ്രതികൾ. പക്ഷേ കസ്റ്റംസിന്റെ കേസിൽ ജാമ്യം കിട്ടുകയാണ്. അന്വേഷണത്തിന്റെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നേരത്തെ നമുക്കറിയാം, കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ നാട് കടത്തി, കസ്റ്റംസ് അന്വേഷണ സംഘത്തെ അഴിച്ചുപണിതു. അന്വേഷണത്തെ ആദ്യം മുതൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രീ വി മുരളീധരൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ വി മുരളീധരന് എന്തൊക്കെ ഒഴിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. വളരെ സജീവമായി അന്വേഷണം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ കേരളത്തിന്റെ ആകെ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് DYFIക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. DYFIക്ക് മാധ്യമങ്ങളോട് ഒരു വിമർശനം കൂടി വെക്കാനുള്ളത്, ഇത് വളരെ ഗൗരവമായൊരു കേസായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇന്നലെ എന്തുകൊണ്ടാണ് ഇത്രയും പ്രസക്തമായി ഈ ഭാഗം നിങ്ങൾ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വിധേയമാക്കിയില്ല എന്ന വിമർശനം കൂടി DYFI മുൻപോട്ട് വയ്ക്കുകയാണ്. വേറൊരു കാര്യം, ശ്രീ വി മുരളീധരന്റെ വകുപ്പാണ്. വി മുരളീധരന് പ്രത്യേക ചുമതലയുള്ളത് ഗൾഫ് രാജ്യങ്ങളുടേതാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വർക്ക് ഡിവൈഡിങ്ങിന്റെ ഭാഗമായി ഈ കോൺസുലേറ്റിന്റെ ഓഫീസ് ഇത്തരം ആളുകളുമൊക്കെയായി, പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലെ ആളുകളുമായി വലിയ തരത്തിലുള്ള ബന്ധം, ആ ബന്ധമെല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തൽസ്ഥാനത്ത് തുടരുന്നിടത്തോളം കാലം ഒരിക്കലും ഇക്കാര്യത്തിൽ ശക്തമായൊരു അന്വേഷണം നടക്കുമെന്ന് DYFI പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ രാജി DYFI ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഈ NIA റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹം രാജിവെക്കണം. രാജ്യസുരക്ഷ, സാമ്പത്തിക ഭദ്രത ഇതെല്ലാം വെച്ച് BJPക്ക് ഇനി പ്രചരണം നടത്താൻ പോലും അവകാശമില്ല എന്നാണ് DYFIയുടെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ DYFI സംസ്ഥാന വ്യാപകമായി ധർണാ സമരം നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിനെതിരായ സമരം, രാജി ആവശ്യപ്പെട്ടുള്ള സമരം DYFI ശക്തമാക്കും. നാളെ തിങ്കളാഴ്ച മേഖലാ കേന്ദ്രങ്ങളിൽ DYFI വി മുരളീധരന്റെ രാജി ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്ന ക്യാമ്പയിൻ DYFI നടക്കും. 25-ാം തീയതി എറണാകുളത്ത് ചേരുന്ന DYFIയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് DYFI രൂപം നൽകും. മറ്റൊന്ന്, ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഈ കേസിലും ഇപ്പോഴുമുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിലെ ദുരൂഹത സംബന്ധിച്ച് DYFIക്ക് അഭിപ്രായമുണ്ട്. പണ്ട് ശ്രീ E. അഹമ്മദ് സാഹിബ് ഡൽഹിക്ക് പോയപ്പോൾ അദ്ദേഹം ലീഗിലെ കോൺഗ്രസിന്റെ അംബാസിഡർ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്.
ഡൽഹിയിലെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം കൂട്ടിയുറപ്പിക്കുന്ന അംബാസഡർ എന്ന നിലയിലാണ് അദ്ദേഹത്തെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ഡൽഹിയിലെ കോൺഗ്രസ് അംബാസഡറാണ് ശ്രീ ഇ അഹമ്മദെങ്കിൽ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് കേരളത്തിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത് BJPയുടെ അംബാസഡറായിട്ടാണ്. BJPയുടെ രാഷ്ട്രീയ നിയോഗമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം BJP ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം രാജ്യത്തെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുന്നൊരു രീതിയുണ്ട്. അന്വേഷണ ഏജൻസികൾ, ED ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ബ്ലാക്ക് മെയിലിംഗ്, ആ ബ്ലാക്ക് മെയിലിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നത്. ഇവിടെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒന്ന് മാറാട് കേസ് CBI എൻക്വയറി, അതേസമയം തന്നെ ഐസ്ക്രീം പാർലർ പ്രമാണിത്വ കേസുമായി ബന്ധപ്പെട്ട് 2 പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തെ സംബന്ധിച്ചും CBI എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ വളരെ സജീവമാണ്. മൂന്നാമത്, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, അല്ലാതെയുള്ള പൊതുവായ സ്വർണ്ണക്കള്ളക്കടത്തുമായും ബന്ധപ്പെട്ട് ലീഗിനും വിശിഷ്യ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. ഈ 3 ആസ്പെക്റ്റിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ലീഗ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ചൊൽപ്പടിക്ക് നിർത്തി തങ്ങളുടെ അംബാസഡറായി കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് BJP അല്ല CPM ആണ് മുഖ്യ ശത്രു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയോട്, BJP അല്ല CPM ആണ് മുഖ്യ ശത്രുവെങ്കിൽ എന്തിനായിരുന്നു BJPയുടെ ഫാസിസത്തിനെതിരെ പോരാട്ടം നടത്താൻ അദ്ദേഹം ഡൽഹിക്ക് വണ്ടി കയറിയത്? അദ്ദേഹം ഇവിടേക്ക് എത്തിയതിന്റെ പിന്നിൽ തന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച ഇത്തരം കേസുകൾ അത് വെച്ച് BJP ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളതാണ്. ലീഗിന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറഞ്ഞ് ഒരക്ഷരം ഉരിയാടാനുള്ള യഥാർത്ഥത്തിൽ ധാർമ്മികമായ അവകാശമില്ലാത്ത സംഘടനയാണ് ലീഗ്. ലീഗിന്റെ ദേശീയ വിനോദമാണ് സ്വർണ്ണക്കടത്ത്. ഇപ്പൊ എത്രയോ നേതാക്കളുടെ പേരുകൾ നമുക്ക് പറയാൻ കഴിയും. വലപ്ര അബ്ദുൽ ഖാദർ ഹാജി കാസർഗോട്ടുകാരനാണ്, ലീഗിന്റെ വലിയ നേതാവായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടന്നയാളാണ്. KS അബ്ദുള്ള കേരളത്തിലെ ഹാജി മസ്താൻ എന്നായിരുന്നു വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. MP മൂസ ചന്ദ്രികയുടെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം ഈ കള്ളക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിൽ വെടിയേറ്റ് മരിച്ചയാളാണ്. ജയിലിൽ കിടന്ന ആളുകളാണ് ഇതെല്ലാം. ലീഗിന്റെ ദേശീയ വിനോദമാണിതെന്ന് പറയുമ്പോൾ ഇത് ചരിത്രത്തിൽ മാത്രമല്ല. ഇപ്പോൾ നോക്കൂ, മുസ്ലിം യൂത്ത് ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് വർഷങ്ങൾക്ക് മുമ്പ്, ഈ അടുത്ത കാലത്ത്, വർഷം വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ല, സമീപകാലത്ത് കോയമ്പത്തൂരിൽ വെച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ട ആളാണ് ശ്രീ അബ്ദുൽ കരീം. ഞാൻ ഇന്നലെ കണ്ടത് ഈ ഇപ്പോഴത്തെ സമരത്തിൽ അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ നേതൃത്വമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ KMCC ചാർട്ട് ചെയ്ത ഫ്ലൈറ്റിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പിടിക്കപ്പെട്ട ആളുകൾ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോ കാസർഗോട്ടെ മഞ്ചേശ്വരം MLAയുടെ സ്വർണ്ണക്കട, അതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പും ഇപ്പോൾ വളരെ സജീവമായി ചർച്ചയിലാണ്. DYFI പ്രക്ഷോഭത്തിലുമാണ്. ലീഗിന്റെയും ലീഗിന്റെ പല നേതാക്കളുടെയും സ്വർണ്ണക്കടത്ത്, അതുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾ, ഇതെല്ലാം ഈ പുതിയ പശ്ചാത്തലത്തിൽ അതീവ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ചിലതൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ കള്ളക്കടത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ലീഗ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതാണ് ഞാൻ പട്ടിക വായിച്ചത്. ഇനിയും ഒട്ടേറെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വ്യക്തിപരമായും ഈ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം ശരിയായ ദിശയിൽ പോകണം എന്ന ആഗ്രഹമില്ല. ഇപ്പോ 21 തവണ കടത്തി എന്ന് പറയുമ്പോൾ അതിലേറെ തവണ കടത്തി ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി. എന്തിനു വേണ്ടിയിട്ടാണ്? തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി. ഏത് തീവ്രവാദ സംഘടന? ഇതെല്ലാം ഗൗരവമേറിയ കാര്യമാണ്. തന്റെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് അന്വേഷണം പോകുന്നുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടിക്കും ലീഗിനും ആശങ്കയുണ്ട്.
ആ ആശങ്ക ഉള്ളത് കൊണ്ടാണ് ഈ അന്വേഷണത്തെ ഗതി തിരിച്ചു വിടുന്നതിന് വേണ്ടി ശക്തമായ സമര നാടകങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ ഒരുപാട് സമരത്തിൻ്റെ വളരെ ശക്തമായ ചരിത്രമുള്ള നാടാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് മഷിക്കുപ്പി സമരമാണ്. കേരളത്തിൻ്റെ സമരചരിത്രങ്ങൾക്ക് തന്നെ അപമാനം പേറുന്ന ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താവശ്യത്തിന് എന്ന് അവർക്ക് തന്നെ വ്യക്തതയില്ല. ഇല്ലാത്തൊരു കാരണം പറഞ്ഞ് ഇവിടെ സമരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അതും ഈ കോവിഡിൻ്റെ കാലത്ത് ഒരു പ്രോട്ടോക്കോളും പാലിക്കാതെ ഹൈക്കോടതിയുടെ തുടർച്ചയായ ഉത്തരവുകളെല്ലാം ലംഘിച്ചുകൊണ്ട് സമരം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ഡിവൈഎഫ്ഐ അത് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇത്തരത്തിൽ സമരം ചെയ്യാൻ തങ്ങൾക്ക് അവകാശമുണ്ടോ എന്നവർ സ്വയം ആലോചിക്കണം. അക്രമ സമരമാണ് നടക്കുന്നത്. ആസൂത്രണം ചെയ്തിരിക്കുന്നത് RSS ആണ്. കേരളത്തിൽ സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിനും കേരളത്തിൻ്റെ ക്രമസമാധാന നില തകർത്തുന്നതിനും RSS ആസൂത്രണം ചെയ്തിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ലീഗും കോൺഗ്രസും ചെയ്യുന്നത്. ആ രാഷ്ട്രീയ പദ്ധതി നടപ്പിലാക്കുന്ന അംബാസിഡർ പണിയാണ് യഥാർത്ഥത്തിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി BJPയുടെയും UDFിൻ്റെയും കൃത്യമായ ഇടനിലക്കാരനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അദ്ദേഹത്തിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കുന്നു. അദ്ദേഹം അതിൻ്റെ മുമ്പിൽ വല്ലാതെ പകച്ചു നിൽക്കുന്നു. അവരുടെ മുഖ്യശത്രുവായ KT ജലീലിനെ മുന്നിൽ നിർത്തി ആ KT ജലീലിനെതിരായി യുദ്ധം നയിക്കുകയാണ് യഥാർത്ഥത്തിൽ BJPയും കോൺഗ്രസും. ഇത് രാഷ്ട്രീയ പദ്ധതിയാണ്. ഇപ്പൊ കേവലമായ ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഒരടിസ്ഥാനവുമില്ലാതെ ഈ കോവിഡ് കാലത്ത് ഇത്തരത്തിൽ കലാപം സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നുകൂടിയാണ് ഡിവൈഎഫ്ഐക്ക് അഭിപ്രായപ്പെടാനുള്ളത്. മറ്റൊരു കാര്യം, ഉത്രാട രാത്രിയിൽ തിരുവനന്തപുരം ജില്ലയിലെ തേമ്പാമൂട്ടിൽ നടന്ന കോൺഗ്രസ് നടത്തിയ ക്രൂരമായ ഇരട്ട കൊലപാതകം, ഹക്ക് മിഥിലാജ് രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളെ കൊല്ലപ്പെട്ടതിന് ശേഷവും വല്ലാതെ വേദനിപ്പിക്കുന്ന ദുഷ്പ്രചരണങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്തത്. കൊലപാതകം നടത്തിയത് എന്നതുപോലെ ക്രൂരം തന്നെയായിരുന്നു പിന്നീട് അവർക്ക് നേരെ നടന്ന വ്യക്തിഹത്യയും. ആ കുടുംബത്തിനതിൽ വല്ലാത്ത വേദനയും. കണ്ണൂരിൽ ആ രണ്ട് ധീരസഖാക്കളുടെയും ചിത്രം തന്നെ പരസ്യമായി KSU പോയി നശിപ്പിക്കുന്ന നിലയുണ്ടായി. അത് തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് ആ കുടുംബാംഗങ്ങൾ തന്നെ പിന്നീട് പറയുകയും ചെയ്തു. ഡിവൈഎഫ്ഐ കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി 4,00,000 കേന്ദ്രങ്ങളിൽ 22-ാം തീയതി യുവജന പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടി ഉള്ളത്. NIA ഇപ്പോൾ അന്വേഷണ ഏജൻസിയാണല്ലോ. NIA ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഒരു കേസ് ഡയറിയുടെ ഒരു ഫോട്ടോ കോപ്പി, ഈ കേസ് ഡയറിയുടെ ഒരു എക്സ്റേ ഷീറ്റായി നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. കേസ് ഡയറി നമുക്കാർക്കും കാണാൻ കഴിയുന്നതല്ലല്ലോ. പക്ഷെ കേസ് ഡയറിയുടെ ഒരു എക്സ്റേ ഷീറ്റായി നമുക്കിതിനെ കാണാം. അതിൽ പറയുന്ന 2-3 കാര്യങ്ങൾ, അവരുടെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയിൽ അവർക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി ഹ്യൂജ് ക്വാണ്ടിറ്റി സ്വർണം തീവ്രവാദത്തിന് വേണ്ടി കടത്തി. ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുമുള്ള ഉന്നതരായ വ്യക്തിത്വങ്ങൾ ഇതിന്റെ പിന്നിൽ ഭാഗമാണ്. ഇതൊക്കെ അവരുടെ അന്വേഷണത്തിൽ ഇതുവരെ തെളിഞ്ഞതാണല്ലോ കോടതിയിൽ രേഖാമൂലം അറിയിക്കുന്നത്. ഊഹാപോഹമല്ലല്ലോ. ദെൻ ഇതിൽ ഫൈസൽ ഫരീദ് ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരുന്നതിനുള്ള ബ്ലൂ നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. വലിയ പുരോഗതി ഉണ്ടായതായോ അവരെ ചോദ്യം ചെയ്തതായോ രേഖപ്പെടുത്തുന്നില്ല. അടുത്ത് കോൺസുലേറ്റ് ജനറലിന്റെ ഓഫീസിൽ ഇതിൽ പങ്കുണ്ട്. ഇതെല്ലാം വളരെ ഫാക്ച്വലായി NIA പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ NIAയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലാണ്, നിഗമനങ്ങളാണ്. അതെങ്ങനെയാ ഇന്ത്യയിലെ ഏത് എയർപോർട്ട് വഴിയാ ജലീലിന് കടത്തിക്കാൻ വഴിയാ? ഇന്ത്യയിലെ ഏത് എയർപോർട്ട് വഴിയാണ്? ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി, എസ്പെഷ്യലി ഇൻ കേരള എന്നേ പറയുന്നുള്ളൂ. അതിൽ വളരെ കൃത്യമായി പറയുന്നു, എസ്പെഷ്യലി ഇൻ തിരുവനന്തപുരം എന്ന് മാത്രമല്ല. അതിന്റെ അർത്ഥം തിരുവനന്തപുരത്ത് തന്നെ, നമ്മളിപ്പോ വാർത്തകളിലെല്ലാം വരുന്നത് തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ നടന്ന കടത്താണല്ലോ. NIA റിപ്പോർട്ട് പ്രതിപാദിക്കുന്നത്
എസ്പെഷ്യലി ഇൻ കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ചും, പക്ഷേ ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി ഹ്യൂജ് ക്വാണ്ടിറ്റി എന്ന് നമ്മൾ യഥാർത്ഥ ശത്രുവിനെതിരെ അല്ലാതെ, യഥാർത്ഥ കുറ്റവാളിക്കെതിരെ അല്ലാതെ ഒരു സാങ്കല്പിക കുറ്റവാളിയെ ഉണ്ടാക്കി യുദ്ധം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിപ്ലോമാറ്റിക് പാത്ത് വഴി സ്വർണം കടത്തി, അത് അസാധാരണമാണ്. അതല്ല എന്ന് നിങ്ങളും ഞാനും അറിയുന്നതിന് മുമ്പ്, നിങ്ങളിൽ വാർത്ത വരുന്നതിന് മുമ്പ്, നിങ്ങൾ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് BJP ചാനലിന്റെ മേധാവി അറിയുന്നു. അദ്ദേഹം വിളിച്ചിട്ട് കുതന്ത്രം ഉപദേശിക്കുകയാണ് വ്യാജരേഖ ഉണ്ടാക്കാൻ, ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണെന്നൊരു രേഖ ഉണ്ടാക്കാൻ ഞാൻ എഴുത്തരാന്ന് പറയാണ്. ഒരു രാജ്യത്തിന്റെ കോൺസുലേറ്റ് ജനറലിനോടാണ്. അതേ കുതന്ത്രമല്ലേ വി മുരളീധരൻ ഇപ്പോഴും ആവർത്തിക്കുന്നത്? ഇതൊക്കെ വളരെ പകൽ പോലെ വ്യക്തമല്ലേ? BJP ഭരിക്കുന്ന കർണാടകയിലേക്കല്ലേ അവരിവിടെ നിന്ന് പോകുന്നത്? അവസാനം പോകുന്നതിന് മുമ്പ് വിളിച്ചതാരെയാണ്? ഇതൊക്കെ നമ്മൾ അന്ന് തന്നെ വാർത്താ സമ്മേളനത്തിൽ സംശയം ഉന്നയിച്ചതാണ് DYFI. രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഗുരുതരമായ ഈ പ്രശ്നം, ഈ കേസ് വിദേശകാര്യ സഹമന്ത്രിയുടെ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നിടത്തോളം കാലം, വി മുരളീധരൻ ഇരിക്കുന്നിടത്തോളം കാലം ഈ അന്വേഷണം ശരിയായ ദിശയിൽ പോകില്ല എന്ന് വ്യക്തമാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോകുന്ന ഏഴ് തവണ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ച് കോടതി റിപ്പോർട്ട് വരും. അപ്പോൾ ഒരുപാടധികം ബോധമുണ്ടായ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഇഷ്ടക്കാരെ നിയമിച്ചുമാകുന്ന സംഭവം. അത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിലെ നീക്കത്തെ സംബന്ധിച്ച് താങ്കൾ ഇപ്പോൾ ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. പഠിച്ചതിന് ശേഷം പിന്നീട് വിശദീകരിക്കാം. അറിഞ്ഞിട്ടില്ല അത്. ചോദ്യം ചെയ്യപ്പെട്ടാൽ രീതിയിലാണ് ആദ്യം രാജിവെക്കേണ്ടത്. സംശയങ്ങളിൽ നിൽക്കുന്ന വി മുരളീധരനാണ് ആദ്യം രാജിവെക്കേണ്ടത്. കേസ് അട്ടിമറിക്കുന്ന വി മുരളീധരനാണ് രാജിവെക്കേണ്ടത്. കേസ് അട്ടിമറിക്കുന്ന വി മുരളീധരനാണ് രാജിവെക്കുന്നത്. അതാണ് പ്രധാനം. KT ജലീലിനെ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചതാണ്. മൊഴി രേഖപ്പെടുത്തി. അദ്ദേഹം എന്ത് ചെയ്തെന്നാ പറയുന്നത്? അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണമുണ്ടോ? രാഷ്ട്രീയ പ്രേരിതമായി ഏതൊരാൾക്കെതിരെയും എന്തും വിളിച്ചു പറയാമെന്ന് നിലവന്നിരിക്കുന്നു. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഊന്നാതിരിക്കുന്നു. DYFI ഇപ്പോഴും ഈ കേസിന്റെ മെരിറ്റിൽ തന്നെയാണ് കാണുന്നത്. ഇതിനൊരു വലിയ മാനമുണ്ടല്ലോ, അന്താരാഷ്ട്ര മാനമുണ്ട്, രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട മാനമുണ്ട്. അതിൽ നമുക്ക് ഊന്നി നിൽക്കാം. അത് നേരത്തെ എന്നതാണ്. ഇപ്പോ പെരിയ ഇരട്ട കൊലപാതകം CBI ആവശ്യപ്പെട്ടു, CBI എൻക്വയറി. കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നു, അത് CBIക്ക് വിടണമെന്നാണ്. CBIക്ക് എന്തൊരു ധൃതിയായിരുന്നു അത്. ആ ധൃതി എന്തുകൊണ്ട് ടൈറ്റാനിയം കേസിൽ കാണിക്കുന്നില്ല? സംസ്ഥാന സർക്കാർ അപ്പീൽ പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അപ്പീൽ പോകാനുള്ള ഭാഗം കൂടി, ഇത് വിധി വന്നതിന്റെ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ CBI പോവാണ്. ആ CBIയുടെ മുമ്പിൽ പല ആവർത്തി ആവശ്യപ്പെട്ടിട്ട് ടൈറ്റാനിയം കേസ്, എന്താ ടൈറ്റാനിയം കേസിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ടൈറ്റാനിയം കേസ് CBIക്ക് വരണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? അതിന്റെ ഇനി മേലുള്ള അന്വേഷണം മുൻപോട്ട് പോകണമെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില രേഖകൾ, ചിലരെ ചോദ്യം ചെയ്യണം. അതിന് കേരളത്തിലെ ഒരു സ്റ്റേറ്റിലെ പോലീസ് ഏജൻസിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതിന് അന്താരാഷ്ട്ര മാനമുണ്ട്. CBI ഉണ്ടെങ്കിലേ പറ്റൂ. അതിനാണ് CBI ഏൽപ്പിച്ചത്. ഇതുവരെ തൊട്ടിട്ടില്ല ഫയലിൽ, ഇതുവരെ തൊട്ടിട്ടില്ല. പക്ഷെ പെരിയയിൽ താല്പര്യം കാണിക്കുന്നു. വെഞ്ഞാറുമൂട് വരുമ്പോൾ എന്താ പറയാ? CBI മതി എന്നാണ്. ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്നവർ അന്വേഷണ ഏജൻസിയെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഇവിടെ വരുന്ന പ്രശ്നം എന്താ നോക്കൂ. ഇവിടെ ആയുധവും കൊടുത്ത് കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ട ക്രിമിനലുകളെ, കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ക്രിമിനലുകളെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. പ്രധാനപ്പെട്ട പ്രതികളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു.
ഇതിനെ കുറിച്ച് മന്ത്രി ഇന്ത്യ ചെയ്താൽ തന്നെയാണ് പ്രസ്താവന നടത്തിയത്. പക്ഷേ ഇത്രയും ദിവസമായി അതിൻ്റെ ഒരു പോലീസ് അന്വേഷണം രീതിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് പുറത്തുവരുന്നില്ല. അന്വേഷണത്തിന് കാര്യങ്ങളിൽ ദിശയിൽ ഇപ്പോൾ ഞങ്ങൾ പറയുന്നില്ല, അതിനെക്കുറിച്ച് ഇടപെടുന്നുമില്ല. യഥാർത്ഥത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷിച്ചവർ തന്നെ പറയട്ടെ. നമ്മൾ അന്വേഷണത്തിൻ്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ കയറി ഇടപെടുന്നില്ല. ഇപ്പോൾ പ്രതികളെ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സംശയവും ഞങ്ങളുടെ ആരോപണവും ഞങ്ങൾ പറഞ്ഞു. പോലീസിൻ്റെ മുമ്പിൽ ആ കാര്യങ്ങളുണ്ട്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു, തെളിവുകൾ ശേഖരിച്ചു. പോലീസാണ് അതിൽ നിഗമനത്തിലെത്തേണ്ടത്, നമ്മളല്ല. അതെ, പറഞ്ഞ അധികാരികളെ സംബന്ധിച്ച് പോലീസിന് യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ ആരോപണം പിൻവലിക്കുന്നുണ്ട്. അത് എന്താണ് പിൻവലിക്കേണ്ട കാര്യം? അന്വേഷണത്തിൻ്റെ പൂർണ്ണ വ്യക്തത വരുന്നത് എപ്പോഴാണ്? അത് സംബന്ധിച്ച് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണല്ലോ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ശരിയായ വിധത്തിൽ പോകുന്നതെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അന്വേഷണത്തിൻ്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ കൂടുതൽ എത്തി നോക്കുന്നില്ല. പറയാം ദീപു. അതായത് ഈ 120B ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലെല്ലാം വളരെ പതുക്കെ തന്നെ ശേഖരിക്കേണ്ടതാണ്. നമ്മൾ അതിൽ കയറി ധൃതി പിടിക്കേണ്ട കാര്യമില്ല. അന്വേഷണത്തിൻ്റെ ഗതിയെ നമ്മൾ നിയന്ത്രിക്കുന്നത് ശരിയല്ല. അതിന്മേൽ രാഷ്ട്രീയമായ സമ്മർദ്ദം ചെലുത്തുന്നത് ശരിയല്ല. ഞങ്ങളുടെ ആരോപണം പറഞ്ഞു, അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറുപടിയിലൂടെയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെയും തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് സംബന്ധിച്ച് ബോധ്യമായിട്ടുണ്ട്. അന്വേഷണത്തെ സംബന്ധിച്ച് ഇതൊന്നുമായി ബന്ധമുള്ളതല്ല. അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. ശരിയായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർ നിഗമനത്തിലേക്ക് എത്തട്ടെ. മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരുന്നിട്ടില്ല അദ്ദേഹം. എല്ലാ മാധ്യമങ്ങളോടും പ്രതികരിച്ചിട്ടില്ല എന്നതേ ഉള്ളൂ. അത് ആദ്യ നടപടിയുമല്ല. ഇപ്പൊ ഞാനീ പറഞ്ഞ വി മുരളീധരൻ ഒരു മാധ്യമത്തോട് മാത്രമാണ് പ്രതികരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഈ കോൺസുലേറ്റ് അറ്റാഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ലൈവ് ഇന്റർവ്യൂ ഒരു ചാനലിൽ മാത്രമായിരുന്നു. അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, ജലീലിനുമുണ്ട്. ഇപ്പോ അദ്ദേഹത്തിന്റെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണല്ലോ അദ്ദേഹത്തെ വാഹനം ഇടിച്ച് കയറ്റി കൊല്ലാൻ വേണ്ടി ഇവർ ശ്രമിച്ചത്. പലതരത്തിലുണ്ടല്ലോ. സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടായിരിക്കും. ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന് നോട്ടീസ് ലഭിക്കുന്നു, അദ്ദേഹത്തിന് നിയമാനുസൃതമായി ഹാജരാകേണ്ടി വരുന്നു, അദ്ദേഹം ഹാജരാകുന്നു. അദ്ദേഹം ഒളിച്ചു കളിച്ചു എന്ന് പറയുന്നത് അവിടെ പോകാതിരിക്കുമ്പോൾ മാത്രമാണ്. EDയുടെ മുമ്പിൽ ഹാജരാകാതിരിക്കുന്നു, NIAയുടെ മുമ്പിൽ ഹാജരാകാതിരിക്കുന്നു എങ്കിലാണ് ഈ ഒളിച്ചുകളി എന്നൊരു ആരോപണം വരിക. മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരാതെ പോകണം എന്ന് ഒരാൾക്ക് തീരുമാനത്തിലെത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അബ്സല്യൂട്ട് റൈറ്റ് ആണെന്ന് കാണണം. അതിലേക്ക് ഞങ്ങൾ പകർത്തിയേ തീരൂ എന്നൊരു വാശി പിടിക്കുന്നത് ശരിയല്ല. അത് ശരിയായ മാധ്യമ രീതിയാണെന്നും എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ പോലീസിനെ നേരിടുന്ന ഇവരുടെ രീതിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, കേരളത്തിൽ ഇപ്പൊ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ 2 നേതാക്കൾ MLA-മാർ PHQന്റെ മുമ്പിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്നത് കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഈ സമരത്തെക്കുറിച്ചുള്ള രീതി മഷിക്കുപ്പി സമരമാണ്. കേരളത്തിൽ പോലീസ് ഏതെങ്കിലും ബ്രൂട്ടാലിറ്റി കാണിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. അത് താരതമ്യം ചെയ്തേ പറയാൻ പറ്റുള്ളൂ. എന്തായിരുന്നു കഴിഞ്ഞ കാലത്തെ അനുഭവം? ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ആരുടെയും തലയ്ക്കടിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ തലയിലേക്ക് അടിച്ചതാരാണ്? ഞങ്ങളുടെ ഓരോരുത്തരുടെയും തലയടിച്ച് തകർത്തതാരാണ്?
എത്ര വനിതകളുടെ പേര് പറയണം? ഇരു കാലുകൾ മുടിഞ്ഞ വനിതകൾ, നടുമുടിഞ്ഞ വനിതകൾ എത്ര പേരുടെ പേര് പറയണം? തിരുവനന്തപുരത്ത് കടകംപള്ളിയിൽ ജനനേന്ദ്രിയം, അവന്റെ പേരെന്താ, ജയപ്രസാദ്, ഉമ്മൻചാണ്ടിയെ കരിങ്കൊടി കാണിക്കാൻ പോയത്. ജനനേന്ദ്രിയമാണ് ചവിട്ടി തകർത്ത് കളഞ്ഞത്. തലക്കടിക്കാൻ പറഞ്ഞില്ലായിരുന്നു എന്നാണ്. ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിനെയും രമേശ് ചെന്നിത്തലയും ഓർമ്മപ്പെടുത്താനുള്ളത്, നിരായുധരായി സമരം ചെയ്ത മുത്തങ്ങയിലെ ആദിവാസികളെ വെടിവെച്ചു കൊന്നവരാണ് നിങ്ങൾ. നിരായുധരായി സമരം ചെയ്ത ശിവഗിരിയിലെ സന്യാസിമാരെ അകത്ത് കയറി തലയടിച്ച് തകർത്തവരാണ് നിങ്ങൾ. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഗ്രനേഡ് പ്രയോഗിച്ചത്, ഗ്രനേഡ് ആരാണ്? ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യമായി പ്രയോഗിക്കുന്നത്. ചരിത്രത്തിലാദ്യം പ്രയോഗിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരുണ്ട്. ആദ്യമായി കേൾക്കുകയാണ് ഇങ്ങനൊരു ശബ്ദം. എന്താണിത്? കേരളത്തിൽ അന്നാർക്കും പരിക്കേറ്റില്ല, പക്ഷെ പരിക്കേറ്റത് ചരിത്രത്തിൽ ആദ്യപ്പോഴാണ്. AESFന്റെ നേതാവായിരുന്ന സജീഷ്, ലോ അക്കാഡമി വിദ്യാർത്ഥി, ലോ അക്കാഡമിയിലെ 2ാം വർഷ LLB വിദ്യാർത്ഥിയായിരുന്ന സജീഷ് AESFും SFIയും അങ്ങനെ LDSFന്റെ സമരപ്പന്തൽ, TV രാജേഷും AESFന്റെ കൃഷ്ണപ്രസാദും എല്ലാം നിരാഹാരം കിടക്കുന്ന സമരപ്പന്തൽ, ആ സമരപ്പന്തലിലേക്ക് ഗ്രനേഡ് വലിച്ചെറിഞ്ഞു. ആ ഗ്രനേഡ് അയാളുടെ വയറിൽ വീണാണ് പൊട്ടിയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരാണ്. സജീഷിന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. അന്ന് ഈ മെഡിക്കൽ കോളേജിൽ അർദ്ധരാത്രി കഴിയുമ്പോൾ, അന്ന് രാത്രി സജീഷിന്റെ ആരോഗ്യനില അത്യധികം വഷളായി വരുന്ന വാർത്ത അറിഞ്ഞിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ ആ രാത്രിയിൽ നമ്മൾ പ്രതിഷേധം അറിയിച്ചത്. ആദ്യമേ ഗ്രനേഡ് പ്രയോഗിച്ചു. ഇലക്ട്രിക് ബാറ്റൺ, ശങ്കരാചാര്യ സർവകലാശാല യൂണിയന്റെ വൈസ് ചെയർമാൻ, പേര് ഞാൻ മറന്നുപോയി, സഖാവിന്റെ, നട റോഡിലിട്ട്. അത് വെറുതെ അല്ല, ഈ മുണ്ട് പറിച്ചെടുത്തിട്ട് പോലീസ് തന്നെ, പോലീസിന്റെ കയ്യിലിരിക്കുകയാണ് മുണ്ട്. എന്നിട്ട് പ്രൈവറ്റ് പാർട്ടിൽ ഇലക്ട്രിക് ബാറ്റൺ വെക്കുകയാണ് കേരളത്തിൽ. രാധാകൃഷ്ണപിള്ള വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സമരത്തിൽ SFIയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയല്ലേ തോക്കെടുത്ത് ചൂണ്ടിയത്? എത്ര അനുഭവമാണ്! ഇപ്പോ ലാത്തിയടി കൊണ്ടപ്പോഴാണ്, ജലപീരങ്കി ഏറ്റപ്പോഴാണ് ഇവരിത് പറയുന്നത്. അന്നോ ഏകപക്ഷീയമായി വെടിവെച്ച ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും പണ്ടുള്ള കാര്യമല്ല, ഈ സമീപകാലത്തെ അനുഭവങ്ങളാണ്. പിന്നെ ഇന്നിപ്പോ കേരള പോലീസ് പ്രയോഗിക്കുന്ന എല്ലാ ആയുധങ്ങളും ശ്രീ രമേശ് ചെന്നിത്തല വാങ്ങിയ കാലത്തുള്ളതാണ്. രമേശ് ചെന്നിത്തല കൊണ്ടുവന്നതല്ലാതെ ഈ സമരത്തെ നേരിടാൻ പുതിയൊരു ആയുധവും കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അതുതന്നെയല്ല ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഗ്രനേഡ് ഉപയോഗിച്ച് ഞങ്ങളാരും കണ്ടില്ല ഇപ്പോൾ ഇതുവരെ. ഇത്രയും അക്രമങ്ങൾ പോലീസിനെതിരെ നടത്തിയിട്ട് ഗ്രനേഡ് ഉപയോഗിച്ചോ? ഇല്ല. പിന്നെ വേറൊരു കാര്യം, എത്ര പേരെയാ കള്ളക്കേസിൽ പ്രതിയാക്കിയത്? ഞങ്ങളൊക്കെ എത്ര തവണ ഈ ഇരിക്കുന്നവരെല്ലാം ജയിലിൽ കിടന്നിട്ടുണ്ട്. MLA-മാരെ ജയിലിലടച്ചിട്ടുണ്ട്. അന്ന് PK ബിജു ഇപ്പോൾ MP ആണ്. അന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. വിലങ്ങണിയിച്ചാണ് കൊണ്ടുവന്നത്. PK ബിജുവിനെയും SFIയുടെ നേതാവ് സഖാവ് KL ജിജിയെയും പരസ്പരം വിലങ്ങണിയിച്ച് കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ജയിലിലടച്ചു. വനിതകളെ ജയിലിലടച്ചില്ലേ? ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ലെങ്കിലും സിന്ധു ജോയ് എന്ന SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ. എത്ര ദിവസം സെൻട്രൽ ജയിലിൽ കിടന്നേ? എത്ര വനിതകളെ അടച്ചു? സ്കൂൾ വിദ്യാർത്ഥികളെ ജയിലിലടച്ചു. രജനീയ സാനന്ദ സംഭവത്തിൽ ജയിലിൽ കിടന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന SMB സ്കൂളിൽ ഒരു വിദ്യാർത്ഥി, ഇപ്പോഴയാളൊരു ഇന്ത്യയിലെ വളരെ പ്രശസ്തമായൊരു ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനാണ്. ആ വിദ്യാർത്ഥി എന്ന് എഴുതിയൊരു കത്ത് ഞാൻ ഓർമ്മിക്കുകയാണ് അവൻ്റെ അമ്മയ്ക്ക്. ഒരു സ്കൂൾ വിദ്യാർത്ഥി, എയർപോർട്ട് റിസർച്ചറാണ് ഒരു ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പറയുന്നത് ഇങ്ങനെ എത്ര അനുഭവങ്ങളാണുള്ളത്. അങ്ങനെ ആ വഴിക്ക് നോക്കൂ ദീപു. ഈ കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഇത് നടക്കുന്നുണ്ടോ? പോലീസിനെതിരെയല്ലേ അക്രമം ഒഴിച്ചുവിടുന്നത്? ഇതൊന്നും ശരിയല്ല. എന്തിനു വേണ്ടി എന്നുള്ളതാണ്. ഇപ്പൊ CAA-ക്കെതിരായ സമരത്തിൽ ഈ പോർമുഖമൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ കോൺഗ്രസിൽ നിന്ന്. കോൺഗ്രസ് എവിടെയായിരുന്നു? രാജ്യത്തിന്റെ പ്രശ്നങ്ങളല്ല, സമൂഹത്തിന്റെ പ്രശ്നങ്ങളല്ല, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു സമര നാടകം നടത്തുന്നു. ഈ അക്രമങ്ങൾ മുഴുവൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് RSS ആണ്. എങ്ങനെയുണ്ട് സംഭവല്ലേ? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ എവിടെ ഉണ്ടാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷനുള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ ആൻഡ് പട്ടാമ്പി.